എല്ലാ ഡാൻസർമാരുടെയും ഒരു വലിയ സ്വപ്നമാണ് ഏതെങ്കിലുമൊക്കെ നല്ല വേദികളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളത്. പക്ഷേ പലർക്കും അറിയില്ല അതെങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും. പക്ഷെ ഇന്ന് നമുക്ക് വേളയിൽ തന്നെ വൺ ഓഫ് ദി ഡാൻസ് ഓർഗനൈസേഷനായ സൗത്ത് ഇന്ത്യ ഓർഗനൈസേഷനിലേക്ക് ക്ഷണം കിട്ടിയ സൈക്കോളജിസ്റ്റ് കൂടിയായ ഒരാളോടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡാൻസും സൈക്കോളജി എന്ന് പറയുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആണ്. പക്ഷേ രണ്ടും നമ്മളുടെ മൈൻഡിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഡാൻസ് എന്ന് പറയുന്ന സംഭവം നമ്മളെ ആ ഒരു മൈൻഡിനെ കൂടുതൽ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ സൈക്കോളജി അതിൻ്റെ ഒരു വലിയൊരു സ്ട്രീമാണല്ലോ. സോ നമുക്ക് നമ്മളിലോട്ടേക്ക് ഇറങ്ങാൻ പറ്റുന്ന രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഡാൻസും സൈക്കോളജി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് അതിൽ നിന്ന് ഈ ആളോട് ചോദിക്കാനായി എനിക്ക് പോളിൽ കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിനോട് ഇതുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ അവരും എനിക്ക് ചോദിക്കാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളാണ് ഞാനിവിടെ ചോദിക്കാൻ പോകുന്നത്. ഡാൻസ് ആണോ സൈക്കോളജി ആണോ ആരതിക്ക് ഏറ്റവും ഇഷ്ടമെന്നൊന്ന് പറയാമോ? ഡാൻസ് ആൻഡ് സൈക്കോളജി ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡാൻസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡാൻസ് എന്ന് പറയുന്ന സംഭവം എൻ്റെ എല്ലാ സ്റ്റേറ്റിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഏറ്റവും വലിയൊരു ടൂളാണ്. സോ ഡാൻസ് ആണ് ഞാൻ ഫസ്റ്റ് ഓപ്റ്റ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ഏതാണെന്ന് പറയാം. കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ഊരകം ടെമ്പിളിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് പെർഫോമൻസ് ചെയ്യുമ്പോൾ നമുക്കുള്ളിൽ വരുന്നൊരു സന്തോഷമുണ്ട്. സോ അതെനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തത് അവിടെ ചെയ്തപ്പോഴാണ് ഊരകം. അത് വിത്ത് ഫുൾ ഓർക്കസ്ട്ര എൻ്റെ ഒരു ഫസ്റ്റ് ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. സോ അതെനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ് അന്നും ഇന്നും എന്നും. ഡാൻസ് ചെയ്യുന്ന സമയത്ത് പലരും നാഗവല്ലിയാവുകയും എന്നാൽ ഡാൻസിന് ശേഷം വളരെ നോർമൽ ക്യാരക്ടറായിട്ട് സമയത്ത് ഗംഗയായി മാറുകയാണ് ചെയ്യാറ്. പക്ഷെ ആരുടെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്, തിരിച്ചാണ് സംഭവിക്കുന്നത്. ഡാൻസ് ചെയ്യുന്ന സമയത്ത് വളരെ പ്ലസൻ്റായി ചിരിച്ച് വളരെ നോർമലായ ഒരു ഗംഗയെ പോലെയും, എന്നാൽ നമുക്ക് ഡാൻസ് കഴിഞ്ഞ് നമ്മൾ നോർമൽ ലൈഫിലോട്ട് വരുന്ന സമയത്ത് നാഗവല്ലിയായി മാറുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണെന്നൊന്ന് പറയാമോ? നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഗോപികയും കൃഷ്ണനും ഒക്കെ അല്ലെങ്കിൽ ശിവൻ പാർവതി അല്ലെങ്കിൽ പല ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. അവിടെ ഒരു ഡാൻസറാണ്, അവിടെ ആരും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ എല്ലാത്തിനും കൺവേർഷൻ പോസിബിൾ അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുമല്ലോ. പക്ഷേ നമ്മളൊരു ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഓൺ വോയിസ് ചെയ്യുമ്പോൾ ഞാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മൈൻഡ് സ്റ്റേറ്റ് എന്താണോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതാണോ അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു ആൻസർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത് നമുക്കൊരു കുറച്ച് ചിരി വരുന്നൊരു ചോദ്യമാണ്. പക്ഷേ എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, വാട്സപ്പിൽ ഡെയിലി എത്ര ടൈം സ്പെൻഡ് ചെയ്യും? അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ആരെയാണ് കോൾ ചെയ്യുന്നതെന്ന് മെൻഷൻ ചെയ്യാൻ സാധിക്കുമോ? ഞാൻ ഡെയിലി 10 മിനിറ്റ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കോൾ ചെയ്യാത്ത അഹങ്കാരം കൊണ്ടൊന്നല്ല, ബേസിക്കലി കോളൊന്നും അങ്ങനെ ഫുൾ എപ്പോഴും ചെയ്യാറില്ല. ഇങ്ങനെ വരുന്ന കോൾസ് എനിക്ക് പറ്റുന്ന സമയത്ത് എൻ്റെ കൈ ഫോൺ ഉണ്ടെങ്കിൽ എടുക്കും, അങ്ങനെയാണ്. വാട്ട്സ് യുവർ ഡ്രീം എന്ന് ഒരാൾ ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എന്തായിരിക്കും ഉത്തരം? എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസും സൈക്കോളജിയും കൂടി കമ്പൈൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. ആൻഡ് നമുക്കൊക്കെ നമ്മളെ എക്സ്പയറി ഡേറ്റ് എന്താണെന്ന് അറിയില്ലല്ലോ. സോ കുറേ സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യുക, എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, അതാണ് എൻ്റെ ഡ്രീം.